ഒക്കെ ഇട്ട് തരും. പക്ഷെ ഞാനും മാറൂഫായിട്ട് അത്രയും ബന്ധം ഉണ്ടായിട്ട് പോലും മറുക്ക പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിട്ടില്ല. കാരണം ഒരുപാട് ലക്ഷങ്ങൾ ചെലവായിട്ടിരിക്കുന്ന സമയത്താണ് മറുക്ക ഈ ഒരു കാര്യം പറയുന്നത്. ഇനിയൊന്നും ചെയ്യാനില്ല. ഇംഗ്ലീഷ് ഡോക്ടറാണ് എന്റെ അടുത്ത് പറയുന്നത് ആയുർവേദത്തിലേക്ക് പോയിക്കോന്ന്. പക്ഷെ ആയുർവേദത്തിൽ നിന്നും കൈ ഒഴിഞ്ഞ ഒരവസ്ഥയിലായിരുന്നു ഞാൻ വീട്ടിൽ കിടക്കുന്നത്. അപ്പൊ ഈ ഒരു ഫ്രൂട്ട്സിന്റെ ജ്യൂസ് കുടിച്ചിട്ട് എങ്ങനെ മാറും? എന്റെ ചിന്ത അതായിരുന്നു. എന്താ കളരിക്കുരുക്കളാണ് എന്നെ ട്രീറ്റ്മെന്റ് ചെയ്തത്. അയാൾ പറഞ്ഞ് ഞാൻ പഠിച്ച പണി ഫുള്ളും ഞാൻ നിന്റെ മേത്ത് പയറ്റി നോക്കി, ഇനി രക്ഷയില്ല. അങ്ങനെയാണ് അയാൾ എന്നെ കയ്യൊയ്യുന്നത്. ഇനി നീ വീട്ടിൽ കിടക്ക്, പാലിയേറ്റീവിന്റെ ആളുകൾ വന്ന് നിന്നെ പരിചരിക്കട്ടെ. എന്റെ പരമാവധി ഞാൻ ചെയ്ത് കഴിഞ്ഞ് ഇനി എനിക്കൊന്നും നിന്നെ ചെയ്യാനില്ല. ആ ഒരു സമയത്താണ് മറൂഫ്ക കുറെ പറഞ്ഞ് കേട്ടില്ല. ഒരു ദിവസം നഫ്സറിനെയും കൂട്ടി വീട്ടിൽ വന്ന് കുറേ കാര്യം പറഞ്ഞതിലൊന്നും ഞാൻ വീഴുന്നില്ല. ലാസ്റ്റ് എന്റെ അടുത്ത് പറഞ്ഞ അഫ്സത്ത, നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട, നിങ്ങളുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇനിയും നിങ്ങളെ സേവനം ആവശ്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കുറിച്ച് ഉപയോഗിക്കണം. അതിലാണ് എനിക്ക് ഒന്ന് പിടിച്ച്, ഞാൻ ഒന്ന് മറുപ്പൊക്കെ അറിയാം എന്റെ പോയിന്റ് എന്താന്നുള്ളത്, അതിൽ കയറി പിടിച്ചതാണ്. അങ്ങനെ സത്യം പറയാ, ഒരു നോമ്പ് കഴിഞ്ഞതിന്റെ മുമ്പിൽ നോമ്പ് കഴിഞ്ഞ പാടുള്ള ഒരു സമയമാണ്. എന്റെ കയ്യിൽ അന്ന് ഇന്നും എനിക്ക് നല്ല ഓർമ്മയാണ്. ഞാൻ എന്നും ചിന്തിക്കാറുണ്ട്, 5000 രൂപ അന്ന് എന്റെ കയ്യിൽ എന്റെ അൽമാറയിലുണ്ട്. പക്ഷെങ്കിൽ ഞാൻ പൈസ കൊടുത്തിട്ടില്ല. വെറും 500 രൂപ മാത്രം കൊടുത്തിട്ടാണ് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നത്. കാരണം എന്തുകൊണ്ട്? അത് മറുഫ്കാക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പോലെ. കാരണം എനിക്ക് വിശ്വാസം ഇല്ല ഇത് എനിക്ക് ഫലിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല. പൊതുവെ ഇങ്ങനത്തെ ഒരു കാര്യം വിശ്വസിക്കാത്ത ഒരാളാണ്. അങ്ങനെ ഇവരെ നിർബന്ധ പ്രകാരം പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ആ പ്രൊഡക്റ്റിൽ എനിക്ക് കിട്ടിയ ബെനിഫിറ്റ് ആണ് ഇന്ന് ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാനും ഉറച്ചു നിൽക്കാനും 3 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം ഈ ഒരു ബിസിനസ്സിൽ കൂടി ഉണ്ടാക്കാനും എന്നെ സഹായിച്ചതും സപ്പോർട്ട് ചെയ്തതും പടച്ചോന്റെ അനുഗ്രഹം എന്ന് പറയാം. നമുക്ക് ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അത് ഏത് രീതിയിലാ വന്ന് പെടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു രീതിയായിരുന്നു ഞാൻ ഈ ഒരു ബിസിനസ്സിൽ എത്താനുള്ള കാരണമായിരുന്നു എന്റെ ഈ ഒരു ഹെൽത്ത് ഇഷ്യൂസും ഈ ഒരു ട്രീറ്റ്മെന്റും. അതിനൊക്കെ ഉപരി ഞാൻ ഈ ഒരു പൊതുമേഖലയിലേക്ക് ഇറങ്ങുന്നതും മറുപടിയായിട്ട് പരിചയപ്പെടുന്നതും പാലിയേറ്റീവിൽ ഒന്നിച്ച് ഞങ്ങൾ വർക്ക് ചെയ്തൊക്കെ ഇതിനൊക്കെ ഒരു നിമിത്തമാണ്. ഈ ഒരു ബിസിനസ്സിൽ ഞാൻ എത്തിപ്പെടാനുള്ള ഒരു നിമിത്തമാണ് ഇതൊക്കെ. അപ്പൊ ഇതിനൊക്കെ എല്ലാത്തിനും ഒരു കാരണമുണ്ട്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ സെഷൻ